വേറെ സിനിമ. അത് ഇത്തിരി പിന്നെ കൃഷിയും കർഷകരും അങ്ങനെയുള്ളൊരു സാധാരണ ജനങ്ങളെ ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള ഒരു പടമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ മദ്രാസിൽ RR തിയേറ്ററിൽ രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് കോഴിക്കോടാണ് ലൊക്കേഷൻ. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് എന്തായാലും ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, പൂജയുണ്ടല്ലോ, പൂജയ്ക്ക് ചേട്ടനും വരണം. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി പാട്ടുകളുടെ സിറ്റുവേഷൻ നമുക്ക് കോഴിക്കോട് കമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു. പൂജാ ദിവസം ഫസ്റ്റ് ഷോട്ട് എടുത്തു. ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ലാലും എല്ലാവരും കൂടെ മഹാറാണിയിൽ താമസിച്ചത് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ലോഹിദാസ്, സിബി, പിന്നെ മോഹൻലാൽ. അപ്പോൾ ഏകദേശം ആ പടത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. യൂണിറ്റ്, മെസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലാലിങ്ങനെ പറഞ്ഞു, ഞാൻ ലോഹി പിന്നെ ഈ കഥ അന്നൊരൊക്കെ കേട്ടു, അതിനുശേഷം ഞാൻ വേറെ പല പടങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു ഓർമ്മ വയ്ക്കുന്നില്ല ആ കഥ. ഇപ്പോൾ സമയമുണ്ടല്ലോ, മൊത്തം വീണ്ടും ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അങ്ങനെ ലോഹി കഥ പറയുമ്പോൾ പിന്നെ സിബിയുടെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ജോസ് തോമസ് ഡയറക്ടർ, അന്ന് സിബിയുടെ ഈ പറഞ്ഞ പടത്തിന് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കഥ കഴിഞ്ഞപ്പോൾ ജോസ് തോമസ് പറഞ്ഞു, അയ്യോ ഇത് വന്നിട്ട് ഇതിന് മുൻപ് മലയാളത്തിൽ വന്നൊരു സിനിമയുടെ കഥയാണല്ലോ. പറഞ്ഞു വന്നപ്പോൾ ബാലേന്ദ്രമേൻ്റെ ഏതോ ഒരു പടമാണ്. ഒരു വ്യത്യാസമില്ല, സർവ്വ ആൾക്കാരും വല്ലാണ്ടായി. കാരണം പടം തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വാസ്തവത്തിൽ അത് ആ ഒരു നിമിഷം മറകമല്ല. കാരണം അതിൽ ഒരു മരണവീടിൻ്റെ തുല്യമായി പോയി. കാരണം ഒരു പടം പെട്ടെന്ന് നിന്ന് പോകുക. അപ്പോൾ ലാൽ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലം ഈ പ്രോജക്റ്റ് നിർത്തുക, നമുക്കിനിയിപ്പോൾ അടുത്ത വർഷം ആലോചിക്കാം. കാരണം ഇനിയിപ്പോൾ ഒരു സ്ക്രിപ്റ്റ്, കഥ കൊണ്ടാകുക, അതിന് പറ്റിയ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഞാൻ വേറെ പല പ്രൊഡ്യൂസേഴ്സിനും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ വർഷം പടം ചെയ്യുന്നില്ല, അടുത്ത വർഷം ചെയ്യാം. ആഹപ്പാടെ എല്ലാവരും വല്ലാത്തൊരു വിഷമസ്ഥിതിയിൽ ഇത് ലാലിങ്ങനെ കാണുകയാണ്. പെട്ടെന്ന് ലാൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഒന്ന് ബീച്ച് വരെ പോയി വരാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 2 മണിക്ക് വന്നപ്പോൾ ഭാരതം എന്ന സിനിമയുടെ കഥയായിട്ടാണ് വരിക. മഹാറാണി ഹോട്ടലിൽ ഒരു മുറിയിൽ സ്ക്രിപ്റ്റ് നടക്കുന്നു, അടുത്ത മുറിയിൽ കമ്പോസിങ് നടക്കുന്നു, വേറൊരു മുറിയിലെന്ന് വെച്ച് പിന്നെ കോസ്റ്റ്യൂംസ് അതിൻ്റെ വർക്ക് നടക്കുന്നു. അങ്ങനെ പല പല മുറികളിൽ ഒരേ സമയം ആ സിനിമയ്ക്ക് വേണ്ടുന്ന പല വർക്കുകളും ആ ഹോട്ടലിൽ നടന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ പറയും, ഒരു പാട്ട് കമ്പോസ് ചെയ്യും, കുറച്ച് പണം എൻ്റെ തരും, ഞാനിതും കൊണ്ട് ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ മാനേജർ, ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ, ഞാൻ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. ഞാൻ ഈ പടമായിട്ട് നേരെ മദ്രാസിൽ വരും, പാട്ടെടുക്കും, അത് സ്പൂളിലാക്കി നാഗരയിലാക്കി നേരെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ ഭരതത്തിലെ രാമകഥ എന്നുള്ള പാട്ട് ഞാൻ കമ്പോസിങ്ങിന് കാസറ്റിൽ പാടിക്കൊടുത്തിട്ട് പോയി. ആ പാട്ട് ഞാൻ അവിടെ മദ്രാസിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കാസറ്റ് ഇട്ടിട്ട് അവരുടെ ഷൂട്ടിംഗ് എടുത്തത്. ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ.
ശ്രുതിലയ സാഗരമേ സാഗേതം പാടുകയാ ഹേ രാമ കാതരയാ ശാരികയായി സാഗേതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി ആരണ്യകാണ്ഡം തേടി സീതാ ഹൃദയം തേങ്ങി വാൽമീകങ്ങളിൽ ഏതോ താപസമൗനമുണർന്നോ വീണ്ടും രാമകഥാഗാനലയം മംഗളമേ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ సరి సరి సారి సరీరి నీని రీరి నీని మదని సరి గరి రి గరి రి గరి రి గరి గా గరి రి గా గరి రి సరి గమ పాద ప ప ద ప ప ద ప పాద ప సా స ద ద మదని సరి 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 సారి స గా గరి రి മദനി രി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളവേഗി മാരുതിയാ ജലഗന്ധ സൂന ധൂപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിതമുണരു സാമഗാനലഹരി